IFFK വേദിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, ചന്ദ്രമോഹൻ. ഈ IFFK തുടങ്ങിയ കാലം മുതൽക്ക് ഈ 30ാമത്തെ IFFK വരെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ നമസ്കാരം. ഇത് 30ാമത്തെ IFFK ആണ്, എന്ത് തോന്നുന്നു? എനിക്കോ അതെനിക്ക് ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പം പുതിയ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇൻസ്പയർഡ് ആവുകയാണ്. ഒരു പുതിയ ഫിലിം ഫെസ്റ്റിവൽ അതൊരു പുതിയ എനർജിയാണ്, അതൊരു ഹരമാണ്, അത് ഒരു പുതിയ ജീവൻ. മനസ്സിലായി. ആദ്യത്തെ എനിക്ക് ഉള്ള പിന്നെ ഫെസ്റ്റിവലിനെ പറ്റി പറയാനുള്ള ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് വളരെ ഓർഗനൈസ്ഡായിട്ട് അവർ നടത്തിയിരുന്നതാണ്. നാരായണൻ ആണ് അതിൻ്റെ അതിൻ്റെ പ്രധാന ആയിരുന്നത്. അത് ഈ ടാഗോർ തിയേറ്ററിൽ തന്നെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ നല്ല രീതിയിലായിരുന്നു നടന്നുപോയി. ധാരാളം ചിത്രങ്ങൾ ആ ഫെസ്റ്റിവലിലൂടെയാണ് ഞാൻ ചിത്രങ്ങളിലൂടെ കടന്നു പോകുന്നത്. അന്നത്തെ കാലത്ത് ഫിലിം സെലക്ഷൻ എങ്ങനെയായിരുന്നു? ഇത്രയും കാറ്റഗറീസ് ഉണ്ടായിരുന്നു? എങ്ങനെയുള്ള സിനിമകളായിരുന്നു അന്ന് പ്രദർശിപ്പിച്ചിരുന്നത്? വേൾഡ് ക്ലാസിക്സുകളായിരുന്നു വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. അന്ന് ഇങ്ങനെ നമുക്ക് അറിയാനൊന്നും നിവൃത്തിയില്ലല്ലോ. അവർ തരുന്ന ബ്രോഷേഴ്സിലൊരു ബുക്ക് തന്നെ, ഒരു സിനിമയെ പറ്റി ഒരു ബുക്ക് തന്നെ, എനിക്ക് അതിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിലതിൻ്റെ കണ്ടൻറ്റ് കാണും, സ്ക്രിപ്റ്റ് കാണും, അതിലെ ഡീറ്റെയിൽ, ഡയറക്ടർ ആരെന്ന് കാണും, എല്ലാം കാണും. ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ ഇന്നിപ്പോൾ കഴിഞ്ഞു പോയ നമ്മുടെ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ഫിലിം അവിടെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗോദാർദ്, അല്ലെങ്കിൽ ബുനൂവൽ, കുറസോവ, മനസ്സിലായില്ലേ? ഇവരെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഷോളോൺഡ്രോഫ്, അങ്ങനെ ഓരോ ഫെസ്റ്റിവലിലൂടെയും ഒക്കെ ആയിരുന്നു. സിനിമ എത്രത്തോളം വളർന്നു എന്നുള്ളതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വളർന്നല്ലേ പറ്റൂ. കാരണം ജീവിതം, കോണ്ടംപററി സിനിമ എന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മുടെ ഇന്നത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജീവിതം, ഇന്നത്തെ ജീവിതം പഴയ ജീവിതമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതാണല്ലോ പുതിയ സിനിമയിൽ കാണാനായിട്ട് ആളുകൾ പോകുന്നത്. ക്ലാസിക്കൽ എന്ന് പറയുന്നത് അത് വേറെയാണ്, റെട്രോ, അത് കാണണം. അത് പുതിയ സിനിമ ഈ പുതിയ ജീവിതത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു, അതാണ് സിനിമ.